ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന സ്നേഹമാണ് എന്ന് യേശു പറഞ്ഞു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി ആരാധിക്കണം എന്ന് പറയുന്നത് തുല്യമാണ്. അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം അത്ര തന്നെ പ്രാധാന്യമുണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന കാര്യത്തിൽ. എന്തുകൊണ്ടാണ് യേശു ഇപ്രകാരം പറഞ്ഞത്? നമുക്കറിയാം, മോശയ്ക്ക് സീനായി പർവ്വത നിരയുടെ മുകളിൽ വെച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് എഴുതിയ 10 കൽപ്പനകൾ. ആ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. പക്ഷെ പ്രധാനമായും ഈ വിശ്വാസഗോളത്തിൽ ആത്മീയരായ ആളുകൾ പലപ്പോഴും ഈ നിയമാവലിയൊക്കെ പലപ്പോഴും അനുസരിക്കുമെങ്കിലും ചില കാര്യങ്ങൾ, അതായത് പ്രവൃത്തികളുടെ കാര്യങ്ങൾ വളരെ പുറകിലോട്ട് പോകാം. യേശുവിൻ്റെ കാലഘട്ടത്തിൽ, ഒരുപക്ഷെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ സ്നേഹത്തിന് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കാതിരുന്ന ഒരു വലിയ ഭക്തി സമൂഹം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കും. പരീശന്മാരും ശാസ്ത്രിമാരും സദ്ദൂക്യരുമൊക്കെ ശക്തമായിട്ടുള്ള അവരുടെ ആത്മീയ കാര്യങ്ങളിൽ കൂടെ അവർ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നവരായിരുന്നു. പക്ഷേ യേശു പറഞ്ഞു, ഈ പഴയ നിയമ അത് മാത്രം ഫോളോ ചെയ്യല്ല, യേശു പുതിയ ഒരു നിയമം കൊണ്ടുവരിക തന്നെ ചെയ്തു. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, വ്യഭിചാരം ചെയ്യരുത് എന്ന് മോശ എഴുതി. പക്ഷേ യേശുവിൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. അതിൽ വ്യഭിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ വ്യഭിചാരം എന്ന രീതിയിൽ പറയുക. അതായത് മറ്റ് ബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങളോ മറ്റ് ബന്ധങ്ങളോ, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് വേശ്യ സ്ത്രീകൾ പണ്ട് കാലം തൊട്ടേ ഉണ്ട്. ഏറ്റവും വലിയ പുരാതന തൊഴിലുകൾ കൃഷിയും കന്നുകാലി വളർത്തലൊക്കെ പോലെ തന്നെ ഈ വ്യഭിചാരം അല്ലെങ്കിൽ വേശ്യാവൃത്തിയും പഴയ കാലഘട്ടം മുതൽ ഉണ്ട്. പക്ഷെ നേരിട്ടുള്ള ഫിസിക്കൽ മാത്രമല്ല, യേശു ഹൃദയത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു അദ്ദേഹം. അപ്പം അതുകൊണ്ട് പറഞ്ഞ സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം അവളോട് ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. അപ്പോൾ അതായത് മനസ്സിന് വലിയ പ്രാധാന്യം, ഹൃദയത്തിന് വലിയ പ്രാധാന്യം യേശു കൊടുത്തിരുന്നു. ഇവിടെ ഈ നമ്മൾ പലപ്പോഴും ആത്മീയ ഗോളത്തിൽ അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ ആത്മീയരായിട്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ട്, അല്ലെങ്കിൽ മറ്റേത് തരം ആത്മീയ ആയിക്കോട്ടെ, നിങ്ങൾ ആത്മീയ തലത്തിൽ വളരുന്ന ആളുകൾ പലപ്പോഴും ഈ നിയമങ്ങളും ആചാരങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കുമെങ്കിൽ പോലും, ഇപ്പോൾ പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങൾ, ആരാധന പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുമെങ്കിലും ആന്തരികമായ ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അധികം ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിന്നെപ്പോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ അയൽക്കാരെ സ്നേഹിക്കുക. അപ്പോൾ ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ അയൽപക്കത്തുള്ള ആളുകളോടുള്ള സ്നേഹം വളരെ കുറവായിരിക്കും. ഇപ്പോഴും ചിലപ്പോൾ നമുക്കറിയാം, ഒരു 10 കിലോമീറ്ററിന് ഉള്ളിൽ നമ്മുടെ വീടിന് തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാരെ സ്നേഹിക്കുക എന്ന് വളരെ പ്രയാസകരമായ കാര്യമാണ്. ചില 10 കിലോമീറ്റർ അപ്പുറത്തോട്ട് പിന്നെയും സ്നേഹിക്കാം. 25 അല്ലെങ്കിൽ 50 കിലോമീറ്റർ അപ്പുറത്തുള്ളതാണെങ്കിൽ നമുക്ക് പിന്നെയും അവരോട് സുഖവിവരങ്ങൾ അന്വേഷണമൊക്കെ പലപ്പോഴും നടത്താറുണ്ട്, പതിവാണത്. പക്ഷേ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആൾക്കാരെ സ്നേഹിക്കാനാണ് ഏറ്റവും പ്രയാസം. പലപ്പോഴും പല മതങ്ങളും നമ്മൾ പഠിക്കുകയാണെങ്കിൽ സ്നേഹത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതവിശ്വാസം വേറെ ഇല്ല എന്നുള്ളതാണ്. ഒരു ഗ്രന്ഥത്തിലും ഒരുപക്ഷെ ഇത്രയ്ക്കധികം സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. കൊരിന്ത്യരുടെ പുസ്തകത്തിൽ, ഞാൻ മനുഷ്യരുടെയും അല്ലെങ്കിൽ ദൂതന്മാരുടെയും അല്ലെങ്കിൽ മാലാഖമാരുടെയും ഭാഷകൾ സംസാരിച്ചാൽ എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറയുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ഈ കൂട്ടുകാരനെ സ്നേഹിക്കുന്ന കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നുള്ളതിൽ തന്നെ, അല്ലെങ്കിൽ അന്യരായ വ്യക്തികൾക്ക് അന്യരായ ആളുകളെ സ്നേഹിക്കുന്നതിൽ തന്നെ ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്നു എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തലനായ, സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാൻ, അവരൊക്കെ എപ്പോഴും സ്നേഹത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു മതം കൂടിയാണ് ക്രിസ്തു മതം. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് തന്നെ ഈ സ്നേഹത്തെ അനുഗമിക്കുന്നതിന് തുല്യമാണ്. സ്നേഹത്തെ പിന്തുടരുക എന്ന് തന്നെയാണ് മറ്റൊരർത്ഥം. ദൈവം സ്നേഹമാകുന്നു എന്ന് തന്നെ ശിഷ്യന്മാർ ബൈബിളിൽ കൂടെ എഴുതിയിട്ടുണ്ട്. ദൈവം സ്നേഹമാകുന്നു. അതുകൊണ്ട് സ്നേഹത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പലപ്പോഴും നമ്മൾ മറ്റ് പല കാര്യങ്ങളിലാണ്, ഇപ്പം വിശ്വാസം, ഇപ്പോൾ തന്നെ ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്ന വലിയതോ സ്നേഹം തന്നെ. സ്നേഹമാണ് ഏറ്റവും വലിയ കാര്യം.
നമ്മൾ നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും ദാനം ചെയ്താലും മറ്റ് ആത്മീയ കാര്യങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുത്താലും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നാലും പാപങ്ങൾ പോലും ചെയ്യാതിരുന്നാൽ പോലും സ്നേഹം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല എങ്കിൽ, സ്നേഹത്തിലൂടെ മറ്റു ലോകത്തെ വീക്ഷിക്കുന്നില്ല എങ്കിൽ അത് വലിയ കുറവ് തന്നെയാണ്. അതുകൊണ്ടാണ് നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ അതിന് തുല്യമാണ് സ്നേഹം എന്ന് യേശു പഠിപ്പിച്ചത്. കാരണം അതാണ് അതിൻ്റെ ഈ വ്യത്യസ്തത എന്ന് പറയുന്നത്. കാരണം ആന്തരികമായ അതാണ് ഹൃദയം. എന്നാ ഹൃദയത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. ആന്തരികമായ പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തു. കാരണം പലപ്പോഴും നമ്മൾ ആത്മീക ആചാരങ്ങൾ ചടങ്ങുകളൊക്കെ അതൊക്കെ ഓരോ ചടങ്ങുകളാണ്. അല്ലെങ്കിൽ അതെല്ലാം നമ്മുടെ അനുവർത്തിക്കും. ഒരു ഭക്തൻ തനിക്ക് മുമ്പിലുള്ള എല്ലാവിധ ആചാരങ്ങളും അനുഷ്ഠിക്കും. അത് ഭക്തന്മാരങ്ങനെ ചെയ്യും. പക്ഷേ നമ്മൾ മറ്റ് കാര്യങ്ങൾ, സ്നേഹം പോലെയുള്ള കാര്യങ്ങൾ, സൽപ്രവൃത്തികൾ, അത്തരം കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും വീക്കായിരിക്കും. യാക്കോബിൻ്റെ ലേഖനത്തിലൊക്കെ സൽപ്രവൃത്തികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിതാവിൻ്റെ മുന്നിൽ നിർമ്മലമായ ഭക്തി, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങൾ ചെന്ന് കാണുകയും അവർക്ക് വേണ്ടത് ചെയ്യുക എന്നതാണ് യാക്കോബ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ നമ്മുടെ വിശ്വാസവും അതുപോലെ തന്നെ ഈ സൽപ്രവൃത്തിയും തമ്മിൽ ഒരു തുലനം വേണം. ഇവിടെ ഈ ന്യായപ്രമാണത്തിന് ഏറ്റവും വലിയ കലപ്പ സ്നേഹത്തിന് അത്രയ്ക്കധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും അത് ഏത് കാലഘട്ടത്തിലും അത് പ്രസക്തിയുള്ളതാണ്. ഒരുപക്ഷെ യേശുവിൻ്റെ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമാവലി എന്നുള്ളത് സ്നേഹിക്കുക എന്നുള്ളതാണ്. അന്യോന്യം സ്നേഹിക്കുക. എപ്പോഴും ഇല്ല, സഹോദര പ്രീതി നിലനിൽക്കട്ടെ എന്ന് പറയുന്ന പോലെ തന്നെ അന്യോന്യം എപ്പോഴും നമ്മൾ സ്നേഹത്തിലായിരിക്കാം. അത് പല മതവിഭാഗത്തിൽപ്പെട്ട പല വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ജാതിപ്പെട്ടവരായിക്കോട്ടെ, സ്നേഹിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യേശുവിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ സ്നേഹം മറ്റുള്ളവർ വളരെയധികം സ്നേഹിക്കുക. ഓരോ ദിവസവും സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.